മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. CPM നേതാക്കന്മാർക്കും പെരുമ്പാവൂര് നരകസഭ അല്ലെങ്കിൽ നഗരസഭ ഭരിക്കുന്നവർക്കും അറിയാനായിട്ടൊരു വ്യക്തി എഴുതിയിരിക്കുന്നതാണ്. വളരെയധികം ആധികാരിക സ്വഭാവമുള്ള കാര്യങ്ങൾ വെരിഫൈ ചെയ്ത് എഴുതുന്ന വ്യക്തി ആയതുകൊണ്ടാണ് ഞാനത് വായിക്കുന്നത്. പരിചയമില്ലാത്തവരോ വെറുതെ എഴുതുന്നവരോ ആണത് എഴുതിയതെങ്കിൽ ഞാനത് വായിക്കില്ല. പെരുമ്പാവൂരിൽ പന്നിയിറച്ചി ലഭിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ചിലർ പറഞ്ഞു ഒക്കലിൽ കിട്ടുമെന്ന്, വേറെ ചിലർ പറയുന്നു പുല്ലുവഴിയിൽ കിട്ടുമെന്ന്, ചിലർ പറയുന്നു അങ്കമാലിയിലും കുറുപ്പുംപടിയിലും കിട്ടുമെന്ന്. എന്റെ ചോദ്യം പെരുമ്പാവൂരിൽ കിട്ടുമോ പന്നിയിറച്ചി എന്നായിരുന്നു. അത് കിട്ടില്ല എന്ന് ഒടുവിൽ സഖാക്കളും അവരുടെ കൂടെയുള്ള മുസ്ലിങ്ങളും പറഞ്ഞു, ഒപ്പിച്ചു. ഇനിയാണ് എന്റെ ചോദ്യം, എന്തുകൊണ്ടാണ് പെരുമ്പാവൂരിൽ മാത്രം ഒരു പന്നിയിറച്ചി നിരോധനം? എന്തിനു വേണ്ടിയാണ് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി ഇത്തരം ഒരു നിരോധനം നടപ്പിലാക്കുന്നത്? പെരുമ്പാവൂരിലെ ഒരൊറ്റ ഹോട്ടലിൽ പോലും പന്നിയിറച്ചി വിളമ്പുന്നില്ല, ഒരൊറ്റ ബാറിലും പന്നിയിറച്ചി ലഭിക്കില്ല. ആരെയാണ് സ്ഥാപന ഉടമ ഭയപ്പെടുന്നത്? ബീഫ് നിരോധനം ചർച്ചയാകുമ്പോൾ എന്തുകൊണ്ടാണ് പെരുമ്പാവൂരിലെ പന്നിയിറച്ചി നിരോധനം ചർച്ച ചെയ്യാത്തത്? കേരളമാകെ ബീഫ് ഫെസ്റ്റ് നടത്തിയവർ എന്തുകൊണ്ടാണ് പെരുമ്പാവൂരിൽ ഒരു പോർക്ക് ഫെസ്റ്റ് നടത്താത്തത്? എല്ലാത്തിനും ഉത്തരമുണ്ട്. ന്യൂനപക്ഷ വിഭാഗം ഒരല്പം കൂടുതൽ ഉള്ള നാടാണ് പെരുമ്പാവൂര്. ഇസ്ലാമിനെ സംബന്ധിച്ച് പോർക്ക് ഹറാമാണ്. ഭൂരിഭാഗം ഇസ്ലാം മതവിശ്വാസികൾ പന്നിയിറച്ചി കഴിക്കാത്തതിനാൽ തങ്ങൾക്ക് മേൽക്കോയ്മയുള്ള മേഖലയിൽ അത് മറ്റാരും കഴിക്കാനോ വിൽക്കാനോ പാടില്ല. അതായത് പെരുമ്പാവൂരിലെ ജനങ്ങൾ എന്ത് കഴിക്കണമെന്ന് ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന പെരുമ്പാവൂരിലെ ഭൂരിപക്ഷ ജനങ്ങൾ പറയും, അതനുസരിച്ചേ മതിയാവും. ആരെങ്കിലും സ്വന്തം റിസ്കിൽ പെരുമ്പാവൂരിൽ ഒരു പന്നിയിറച്ചി കട തുടങ്ങിയാലോ സ്വന്തം ഹോട്ടലിലോ ബാറിലോ പന്നിയിറച്ചി വിളമ്പിയാലോ അവന്റെ മയ്യത്തെന്നത് അലിഖിത നിയമം. ഇതൊന്നും കേരളത്തിൽ എവിടെയും ചർച്ച ചെയ്യപ്പെടില്ല. കാരണം പെരുമ്പാവൂരിലെ സംഘടിത മതന്യൂനപക്ഷത്തിന്റെ വോട്ടില്ലെങ്കിൽ ഒരു പാർട്ടിയും അവിടെ നിന്ന് വിജയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് 1000 കേന്ദ്രങ്ങളിൽ ബീഫ് ഫെസ്റ്റ് നടത്തി എന്ന് പറയുന്നവർ പെരുമ്പാവൂരിൽ പോർക്ക് ഫെസ്റ്റുമായി വരില്ല. പശുവിനെ വെട്ടിത്തിന്നാൻ കേരളത്തിലെ ജനങ്ങളെ നിർബന്ധിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് പെരുമ്പാവൂർ എന്നത് മൗനമാണ്. സ്വന്തം മതത്തെ തള്ളിപ്പറഞ്ഞ് പശുവിറച്ചിക്കായി ആർത്തിപൂണ്ട് പായുന്ന ഹിന്ദുക്കൾക്കാവട്ടെ അത് ചൂണ്ടിക്കാട്ടിയാൽ മതേതരവാദി എന്ന കിരീടം നഷ്ടപ്പെടുമോ എന്ന ഭയവും. ഈ രാജ്യത്തെ 80% വരുന്ന ഹിന്ദു സമൂഹം ദൈവതുല്യമായി ആരാധിക്കുന്ന പശുവിനെ കശാപ്പ് ചെയ്ത് വെട്ടി വിഴുങ്ങിയാലേ ഉദരം നിറയൂ എന്ന് വാശി പിടിക്കുന്നവർ തന്നെയാണ് താൻ കഴിക്കാത്ത പന്നിയിറച്ചി മറ്റാരും കഴിക്കരുതെന്ന ചട്ടം കൊണ്ടുവരുന്നതും. പ്രിയപ്പെട്ടവരെ, പെരുമ്പാവൂർ നമുക്ക് മുമ്പിലെ ഒരു പാഠമാണ്. മാറി ചിന്തിക്കാൻ ഹിന്ദു സമൂഹം, പ്രത്യേകിച്ച് DYFIക്കാരും SFIക്കാരും അതുപോലെ തന്നെ CPMകാരും CPIക്കാരിലെയും ഹിന്ദുക്കള് ഒന്ന് മാറി ചിന്തിക്കാൻ തയ്യാറായില്ലെങ്കിൽ കാശ്മീരായിരിക്കും ഫലം. സ്വന്തം മതത്തെ അവഹേളിച്ച് കയ്യടി നേടുന്ന എല്ലാ മതേതര ഇടതുപക്ഷ ഹിന്ദുക്കളും ഇനിയെങ്കിലും സ്വന്തം അസ്തിത്വം, ഇനി ഇടതുപക്ഷം എന്ന് മാത്രം പറയുന്നില്ല, AK ആന്റണിയുടെയും MM ഹസന്റെയും അതുപോലെ തന്നെ തലേക്കുന്നിൽ ബഷീറിന്റെയും ഉമ്മൻചാണ്ടിയുടെയും പിന്നെ ആഭ്യന്തരമന്ത്രി ആയിരുന്ന രമേശ് ചെന്നിത്തലയില്ലാത്ത ചെന്നിത്തലയുടെയും കീഴിൽ പ്രവർത്തിക്കുന്ന ഹിന്ദുക്കൾക്കും കൂടി ഈ ഒരു സന്ദേശം, ഒന്ന് മാറി ചിന്തിക്കുക. നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും എങ്ങനെ അവഹേളിച്ചാൽ നിങ്ങൾ മിണ്ടാതിരിക്കുവോ? അവഹേളിക്കാൻ കൂട്ടുനിൽക്കുന്നത് പോലെയാണ് ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസിനോടും പറയുന്നു. ഈ സ്വന്തം അസ്തിത്വം പണയപ്പെടുത്താതിരിക്കട്ടെ. കടപ്പാട് അരുൺലാല്. ഇനി അരുൺലാലിനോട് ഇതൊന്ന് അറിയണം. ഈ പശുവിനെ വെട്ടാനും ഇറച്ചി കഷ്ണമാക്കാനും ഉള്ളിയും സവാളയും സ്പൈസും ചേർത്ത് കറി വെക്കാനും എല്ലാം കൂട്ടുനിന്ന DYFIയിലെയും SFIയിലെയും മുസ്ലിങ്ങളില് ആരും തന്നെ ആ ഇറച്ചി റംസാൻ ആയതുകൊണ്ട് കഴിച്ചില്ലെന്ന് കൂടി ഹിന്ദുക്കൾ അറിയട്ടെ. അവരോട് കഴിക്കാൻ നിർബന്ധിച്ചുമില്ല ഹിന്ദുക്കള്. എന്നാൽ നോമ്പായതുകൊണ്ട് കഴിക്കില്ലെന്ന് പറഞ്ഞവർക്ക് പാക്ക് ചെയ്ത് കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോ അത് ഹലാൽ അല്ലാത്ത രീതിയിൽ ഉണ്ടാക്കിയാൽ ഈ ഹിന്ദുക്കൾ അർത്ഥം ഞങ്ങൾ കഴിക്കില്ല എന്ന് പറയുകയും ചെയ്തവരാണ് ആ DYFI SFI നേതാക്കന്മാരെന്ന ആ സംഘടനയില്
മനുഷ്യത്വവും മാതൃത്വവും സാംസ്കാരിക മൂല്യവും അല്പമെങ്കിലും അവശേഷിക്കുന്നവരുണ്ടെങ്കിൽ അവരൊന്ന് ചിന്തിക്കട്ടെ. മുസ്ലിങ്ങളുടെ കാര്യം CPM ആയാലും CPI ആയാലും DYFI ആയാലും AIYF ആയാലും അതുപോലെ DYFI ആയാലും മതം അവർക്ക് അവരുടേതാണ്. അതല്ലാത്തത് ഹിന്ദുക്കൾക്ക് മാത്രം. ഇറച്ചി വാങ്ങിക്കാൻ കൈനീട്ടി ചുരിദാറിട്ടുകൊണ്ട് നിന്ന കുറേ സ്ത്രീകളുടെയും യുവാക്കളുടെയും ഫോട്ടോ കണ്ടപ്പോൾ തോന്നി, ഇവനെ പോലെയുള്ളവന് ജന്മം നൽകിയവരുടെ ഈ ജന്മത്തിലെ മഹാഭാവം ഇനി എത്ര ജന്മം അത് കടത്തിക്കൊണ്ടു പോകേണ്ടി വരുമോ ജഗദീശ്വര. ഏതായാലും അവരെ അനുഭവിപ്പിച്ചിട്ടേ വിടാവൂ ഭാരത മാതാവേ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.